മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ 51 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. ചുവടെയുള്ള 3 ചിത്രങ്ങളിലും O വൃത്തകേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. അപ്പോൾ എന്താണ്, ഇതൊരു 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ചിത്രം നോക്കാം. ഇതെന്താണ്, ഒരു വൃത്തമാണ്. ABC എന്താണ്, വൃത്തത്തിലെ 3 പോയിന്റ്സ് ആണ്, 3 ബിന്ദുക്കളാണ്. O എന്നുള്ളത് എന്താണ്, വൃത്ത കേന്ദ്രമാണ്. ഇനി എന്താ തന്നിരിക്കുന്നത്, ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. അപ്പോൾ ഈ വൃത്തം നോക്കുമ്പോൾ അതിൽ 2 ത്രികോണങ്ങളുണ്ട് അല്ലേ. വലിയൊരു ത്രികോണമുണ്ട്, ആ വലിയ ത്രികോണത്തിൻ്റെ അകത്തൊരു ചെറിയ ത്രികോണമുണ്ട് അല്ലേ. അപ്പോൾ വലിയ ത്രികോണം ഏതാണ്, ABC. ഈ വലിയ ത്രികോണം 1, പിന്നെ അതിൻ്റെ അകത്തുള്ളത് OBC. ഇങ്ങനെ 2 ത്രികോണങ്ങളുണ്ട്. ഈ ത്രികോണങ്ങളുടെ എല്ലാം കോണുകളാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ നമുക്ക് ഏതാണ്, ഒന്നാമത്തത് ഇതാണ് അല്ലേ. ഒന്നാമത്തെ കോൺ ഇതാണ്, രണ്ടാമത്തെ കോൺ പറഞ്ഞാൽ ഇത്രയുമാണ്, മൂന്നാമത്തെ കോണ് ഇത്രയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം, ഈ കോണ്, ഈ മൊത്തം ഈ കോണ് ഇത് കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത ത്രികോണത്തിൻ്റെ, ഈ ചെറിയ ത്രികോണത്തിൻ്റെ ഈ കോണ് കാണാം, അതുപോലെ ഇത്രയും ഉള്ളതും ഇത്രയും ഉള്ളതും. ഇത് മൂന്നും കണ്ടെത്തിയാൽ എന്ത് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണത് അറിയോ, നമ്മൾ ഈ ഓനെയും ഏനെയും തമ്മിൽ ഇങ്ങോട്ട് ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ OA വരയ്ക്കണം നമുക്ക് ആദ്യം. അപ്പോൾ ഞാനിതാ ഇവിടെ ഓനെയും ഏനെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ പിക്ചറിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ വലിയ ത്രികോണത്തിൻ്റെ ഉള്ളിൽ ചെറിയ 3 ത്രികോണങ്ങൾ പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ ഈ ത്രികോണത്തിനും മാത്രം നോക്കുക. അതായത് ഏതിനാണ്, ABO, ABO. അതുപോലെ തന്നെ AOC, ഈ 2 സൈഡിലുള്ള ഈ 2 ത്രികോണങ്ങൾ. അപ്പോൾ അവർ നോക്കുമ്പോൾ നമുക്കിങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ട് വരയ്ക്കുന്ന രേഖകളെല്ലാം എന്താണ്, അതൊക്കെ വൃത്തത്തിൻ്റെ ആരമാണ് അല്ലേ. ഒരു വൃത്തം നമ്മൾ വരയ്ക്കുകയാണ്, ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുകയാണ്, അതിന് ആരം പറയും. ഇത് വൃത്തകേന്ദ്രമാണെങ്കിൽ ഇതും ഒക്കെ എന്താണ്, ആരങ്ങളാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ട് വരയ്ക്കണ എല്ലാ രേഖകളും നമുക്ക് എന്ത് പറയാം, എല്ലാതും ആരങ്ങളാണ്. ആരത്തിന് നമ്മൾ ആരം, റേഡിയസ് എന്നുള്ള, ആരത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ റേഡിയസ് പറയും. റേഡിയസിൻ്റെ ഫസ്റ്റ് ലെറ്റർ R ആണ്. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആരങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടുള്ളത് ഒരു റേഡിയസ് ആണ്, അതൊരു ആരമാണ്. ഈ സെൻറ്ററിൽ നിന്ന് ഇതെന്താണ്, ഇതും ആരമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതും ആരാണ്. അതായത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഇതൊക്കെ എന്താണ്, ആരങ്ങളാണ്. ഇനി ഈ ചിത്രം നോക്കുമ്പോൾ കേട്ടോ, അതായത് ഈ ത്രികോണം നോക്കുമ്പോൾ ഈ ത്രികോണത്തിൻ്റെ നോക്ക്, ഈ സൈഡും എന്താണ്, തുല്യമാണ്, ആരങ്ങളാണല്ലേ. അപ്പോൾ 2 സൈഡ് തുല്യമായി നമുക്ക് എന്ത് പറയാം, ആ ത്രികോണത്തിന് നമുക്ക് എന്താ പറയുക, അത് സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഞാൻ ഈ ത്രികോണത്തിന് മാത്രം വരച്ച് കാണിച്ചു തരാൻ ഡൗട്ടുള്ളവർക്ക് എങ്ങനെയാണ്, ഇങ്ങനെയാണ് ഉള്ളത്. ഇതും ആറാണ്, ഇതും ആറാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇതെന്താണ്, സമപാർശ്വ ത്രികോണമാണ് എന്ന് പറയാം. സമപാർശ്വ ത്രികോണം ആണെങ്കിൽ അവിടെ നമുക്കറിയാം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവും. അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ വശം 6 ആവുമ്പോൾ ഇതിന് ഓപ്പോസിറ്റിലെ കോണ് ഇതാണ്, അതേതായിരിക്കും ഈ വശത്തിന് ഇതും ഇതല്ലേ തുല്യവശങ്ങൾ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റിലെ കോണ് ഇതിന് ഓപ്പോസിറ്റിലെ കോണ് ഈ 2 കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം നമ്മൾ ചിത്രത്തിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു കോൺ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ABO എന്നുള്ളത് 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അതായത് ഈ ആറിന് ഓപ്പോസിറ്റിലെ കോണാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ആറിന് ഓപ്പോസിറ്റ് ഈ കോണും എന്തായിരിക്കും, ഈ 20 തന്നെ ആയിരിക്കും. എന്താണ് റീസൺ, മനസ്സിലായോ? നമുക്ക് പറയാം, ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവും. അതുകൊണ്ട് ഈ കോൺ 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ വേറൊരാൾ ഇതവിടെ ഇരിക്കുന്നുണ്ട്. ഏതാണ്, ട്രയാങ്കിൾ, അതായത് ത്രികോണം AOC. ഇതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതും റേഡിയസ് ആണ്, ഇതും 2 ആരങ്ങളാണ്, അതായത് ഈ ത്രികോണം. അപ്പോൾ ഇതിൽ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ കോണ് 30 ആണെങ്കിൽ ഈ തുല്യവശത്തിന് ഓപ്പോസിറ്റുള്ള ഈ കോണും എന്തായിരിക്കും, ഇവിടെയും 30 കിട്ടണം അല്ലേ.
അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ചിത്രത്തിൽ എഴുതി വെച്ചാൽ പോരാ, എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയെന്നും കൂടി എഴുതാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തത് ഓയെ വരയ്ക്കലാണ് അല്ലേ. അതായത് നമ്മൾ ഓനെയും ഏനെയും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഓയെ വരച്ചു. ഇച്ചിരി കൂടെ വയ്ക്കാം. ഇതാ അവിടെ നമ്മൾ ഈ ഓനെയും ഏനെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ആരാ നോക്കുന്നത്? ത്രികോണം ABO. ABO ഈ ത്രികോണത്തിന് മാത്രം നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ത്രികോണം ABOയിൽ അതിൽ നമുക്കറിയാം രണ്ട് വശങ്ങൾ ഈക്വൽ ആണ് അല്ലേ. ഏതെല്ലാം വശങ്ങൾ? ഇതാ OA ഈക്വൽ ടു OB. OAയും OBയും ഈക്വൽ, രണ്ടും എന്താണ്? 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ABOയിൽ OA ഈക്വൽ ടു OB ഈക്വൽ ടു 6 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ത്രികോണം ABO ഒരു സമപാർശ്വ ത്രികോണമാണ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സമപാർശ്വ ത്രികോണമാണ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇവിടുത്തെ രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? ABO ഈക്വൽ ടു കോൺ OAB. ABOയും OAB എന്താണ്? രണ്ടും തുല്യമാവും. കാരണം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ നമുക്ക് എഴുതി കോൺ ABO ഈക്വൽ ടു കോൺ BA ഈക്വൽ ടു 20 ഡിഗ്രി. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. നമ്മൾ അതിൻ്റെ റീസണും എഴുതി വെച്ചു. ഇനി നമ്മൾ അടുത്ത ത്രികോണത്തിന് നോക്കുകയാണ്. അടുത്ത ത്രികോണം ഏതാണ്? ഇപ്പോൾ നമ്മൾ ABO കഴിഞ്ഞു. ഇനി ABOൻ്റെ ABO കഴിഞ്ഞതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഇയാൾ, അതായത് AOC. അപ്പോൾ ത്രികോണം AOCയിൽ നമുക്കറിയാം OA ഈക്വൽ ടു OC ആണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ അവിടെയും തന്നെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായതുകൊണ്ട് ഇത് 30 ഡിഗ്രി ആയപ്പോൾ ഇത് 30 ഡിഗ്രി ആവും. നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ എഴുതി ത്രികോണം ACOയിൽ OA ഈക്വൽ ടു OC ഈക്വൽ ടു 6 ആണ്. ACO ട്രയാങ്കിൾ ACO എന്ന് പറയുന്നത് എന്താണ്? സമപാർശ്വ ത്രികോണമായി. അപ്പോൾ നമുക്ക് രണ്ട് കോണുകളും എന്താ? ഈ കോണുകൾ ഇത് AOC 30 ഡിഗ്രി ആണെങ്കിൽ OACയും എന്താ 30 ഡിഗ്രി ആവുമെന്ന് കിട്ടി. അപ്പോൾ അതിന് ഇവിടെ എന്ത് ചെയ്യണം? ഇതേ റീസൺ തന്നെയാണ് ഇവിടെ. അപ്പോൾ അതും കൂടി ഇവിടെ എഴുതിയിരിക്കണം. ഞാനിവിടെ എഴുതുന്നില്ല. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യം എന്ന് ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി ഇവിടെ ചിത്രം നോക്കുമ്പോൾ നേരെ നോക്കുക. ഇപ്പം നമുക്ക് ഇതാ BAC എന്നുള്ള കോണ് കിട്ടി. ഇവിടെ 20ഉം ഇവിടെ 30. അപ്പോൾ ടോട്ടൽ 20ഉം 30ഉം ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും? ഇവിടെ 50 ഡിഗ്രി ആവും അല്ലേ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഈ കോൺ, അതായത് BOC ഈ കോൺ എത്ര ആവുമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇത്രയും പഠിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും നേരം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേതാണ് ചോദിച്ചാൽ ഞാൻ ജസ്റ്റും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ ഒരു വൃത്തം വരച്ചു. ഇത് വൃത്ത കേന്ദ്രമാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ചാപമാണ്. ഇത് ചാപത്തിൻ്റെ കേന്ദ്രകോണാണ്. ഈ ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന മറ്റൊരു കോൺ എന്തായിരിക്കും? ഈ കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അതായത് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 10 ആയിരിക്കും. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കും. ഇവിടെ 200 ആണെങ്കിൽ ഇവിടെ 400 ആയിരിക്കും. ഇതിൻ്റെ നേരെ ഇരട്ടിയാകും ഇവിടെ അല്ലേ. മറന്നിട്ടില്ലല്ലോ ആ റൂള് പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് ഇത് നോക്ക്. ഇത് ടോട്ടൽ 20ഉം 30ഉം 50ആണ് ഇവിടെ മൊത്തത്തിലുള്ളത്. അങ്ങനെയാണ് ഇത് ഈ 20ൻ്റെയും 30ൻ്റെയും ഇരട്ടി, അതായത് 20ഉം 30ഉം കൂടി കൂട്ടി 50 കിട്ടും. ആ 50 ഇത് അപ്പം മൊത്തത്തിൽ എന്തായി? 50ആയി. ആ 50ൻ്റെ ഇരട്ടിയായ 50ൻ്റെ ഇരട്ടി എത്രയാണ്? 50ഉം 50ഉം കൂട്ടുക. അപ്പോൾ എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പോൾ ഇതെത്രയാണ്? ഇത് 100 കിട്ടി. ഓക്കെ. അപ്പോൾ കിട്ടിയ കാര്യം നമുക്ക് അപ്പം എന്ത് ചെയ്യുക? സ്പോട്ടിൽ തന്നെ എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ BOC, കോൺ BOC എന്ന് പറഞ്ഞാൽ ഇരട്ടി എന്ന് കാണിക്കുമ്പോൾ 2 ഇൻറ്റു എന്താണ്? കോൺ BAC എന്ന കോണിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് BOC കിട്ടും. അതായത് ഇത് എത്ര? 50. അപ്പോൾ അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 100 കിട്ടില്ലേ. അപ്പോൾ ഇരട്ടിനെ കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ കിട്ടണമെന്നതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ കിട്ടും. അതിന് റീസൺ എന്താണ്? ചാപങ്ങളുടെ അറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം BOC എന്ന് പറഞ്ഞാൽ എന്താണ്? 2, അതായത് BOC ഇതെന്ന് പറയാൻ എന്താണ്? 2 ഇൻറ്റു BAC ആണ് അല്ലേ. അപ്പം നമുക്ക് എഴുതാം BOC ഈക്വൽ ടു 2 ഇൻറ്റു കോൺ BAC.
അപ്പോൾ നമുക്ക് =2 × BAC നമുക്കറിയാം 50 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി 50 നമുക്ക് എങ്ങനെ കിട്ടിയത് 1 20 1 30. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് അപ്പോൾ 2 × 50 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 100 ഡിഗ്രിയാണ് കിട്ടി. ഏതാ കിട്ടിയത് BOC. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചിത്രത്തിലോട്ട് തന്നെ വരാം. ചിത്രം നോക്കുമ്പോൾ ഇനി നമ്മൾ കുഞ്ഞു ത്രികോണം നോക്കാം കേട്ടോ. അതായത് നമ്മൾ ഏത് ഉള്ളിൽ വലിയ ത്രികോണം ABC അല്ല BOC എന്നുള്ള ത്രികോണം നോക്കുമ്പോൾ അതിൽ ഒരു കോൺ നമുക്ക് കിട്ടിയില്ലേ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെയും റേഡിയസ് ആണ് ഇവിടെയും റേഡിയസ് ആണ്. ഇത് രണ്ടും ആരങ്ങളാണ്. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ത്രികോണം എടുക്കുകയാണെങ്കിൽ ഇതും ആരങ്ങളാണ്. രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ എന്ത് പറയും? അത് സമപാർശ്വ ത്രികോണാണ്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിക്ക് എന്താ ഓടി വരേണ്ടത് അറിയോ? രണ്ട് വശങ്ങൾ ഈക്വലാണ്. ഈക്വൽ മാത്രമല്ല തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ആ സംഭവം ഇങ്ങോട്ട് തറാവട്ടെ മനസ്സിക്ക്. സമപാർശ്വം ഏത് ഉറക്കത്തിൽ കേട്ടാലും തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യം എന്നാണ് മനസ്സിക്കേണ്ടി വരണം. യെസ്, അപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ ഇതാണ്, ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ ഇതാണ്. അപ്പോൾ ഈ കോണും അതായത് ഈ ചെറിയ ത്രികോണത്തിന് മാത്രം നോക്കാട്ടോ. ഈ കോണും എന്താവണം? തുല്യമാവണം അല്ലേ. അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇതിവിടെ മാത്രം ഒന്ന് വരയ്ക്കുകയാണ്. ആ കുഞ്ഞു ത്രികോണത്തിന് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ O ആണ്, ഇവിടെ B ആണ്, ഇവിടെ C ആണ്. ഇതും തുല്യവശങ്ങളായതുകൊണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള ഈ കോണും ഈ വശത്തിന് ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ഈ കോണ് എത്രയും നമുക്ക് തന്നിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് തന്നെന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ എഴുതി വയ്ക്കാം. ഇത് രണ്ടും തുല്യമാണെന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ത്രികോണത്തിൻ്റെ പേര് ത്രികോണം OBC ആണ് കേട്ടോ. OBCയിൽ നമുക്കറിയാം OB = OC = R ആണ്. അപ്പോൾ ഇതെന്താണ്? സമപാർശ്വ ത്രികോണാണ്. അപ്പോൾ സമപാർശ്വ ത്രികോണമാണെങ്കിൽ നമുക്കറിയാം തുല്യവശങ്ങൾക്ക് എതിരെയുമുള്ള കോണുകളും തുല്യം അല്ലേ. അപ്പോൾ എതിരെയുള്ള കോണുകൾക്ക് നമുക്ക് പറയാം കോൺ OBC = കോൺ OCB. പിക്ചർ നോക്കണ്ട നിങ്ങൾ എഴുതുമ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഇവിടെയൊക്കെ നമുക്ക് ഈക്വലാന്ന് എഴുതിയാൽ നമുക്ക് അറിഞ്ഞായിരുന്നു ഇവിടെ 20 30 എന്നൊക്കെ തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സുഖം. അതായത് ഇവിടെയൊക്കെ നമുക്ക് 20 30 ഒക്കെ തന്നുമ്പോൾ നമുക്ക് അപ്പുറത്തെ കോണ് അതേന്നാ പറയാം. പക്ഷേ ഇവിടെ പറയുമ്പോൾ നമുക്ക് ആ കോണിൻ്റെ വില തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് ഈ കോണും തന്നിട്ടില്ല, ഈ കോണും തന്നിട്ടില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാൻ നോക്കാം. അയ്യോ തന്നിട്ടില്ല വിരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ല. നമുക്ക് അറിയണ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം ഒരു ത്രികോണം എടുത്താൽ ആ ത്രികോണത്തിലെ 3 കോണുകളും കൂടി കൂട്ടിയാൽ എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രി വരണം അല്ലേ. അതായത് ഈ കോണും കൂട്ടിയാൽ ഈ കുഞ്ഞു ത്രികോണത്തിൻ്റെ ഈ 3 കോൺ, ഏത് ത്രികോണം ആയിക്കോട്ടെ, വലിയ ത്രികോണമോ ചെറിയ ത്രികോണമൊക്കെ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ മൈൻഡ് ആക്കണം, നമ്മൾ നോക്കണത് ഇപ്പം ഏതാണ്? OBC എന്നുള്ള ത്രികോണമാണ്. അപ്പോൾ ആ ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം. എല്ലാ ത്രികോണത്തിനും ഇത് ബാധകമാണ്. അതിപ്പോൾ മട്ട ത്രികോണം ആയിക്കോട്ടെ, ന്യൂന ത്രികോണം ആയിക്കോട്ടെ, വലിയ ത്രികോണം ആയിക്കോട്ടെ, ചെറിയ കുഞ്ഞാപ്പി ത്രികോണം ആയിക്കോട്ടെ, ഏത് ത്രികോണം ആണെങ്കിലും അതിൽ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഈ ഒരു ത്രികോണത്തിൽ? കോൺ BOCയും കോൺ OBCയും കോൺ OCBയും കൂടി കൂട്ടി എന്ത് വരണം? 180 ഡിഗ്രി വരണം. അപ്പോൾ നമുക്ക് കിട്ടിയ കാരണം ഏതായാലും നമുക്ക് ഇതിന് വാല്യൂ കിട്ടിയിട്ടില്ല, ഈ കോണിൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ കാരണം നമുക്ക് എഴുതി വയ്ക്കുക. അത് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വെച്ചു? കോൺ OBC പ്ലസ് കോൺ OCB പ്ലസ് കോൺ BOC = 180 ഡിഗ്രി. ഓരോ കോൺ എഴുതുമ്പോൾ നിങ്ങൾ പിക്ചറിൽ നോക്കിയിട്ട് തന്നെ കോണുകൾ നോക്കണേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം OBCയും OCBയും തുല്യമാണ് അല്ലേ. അതായത് ഈ സംഭവം ഇവർ രണ്ടുപേരും എന്താണ്? ഈക്വലാണ്. ഇത് 10 ആണെങ്കിൽ ഇത് 10 ആയിരിക്കും, ഇത് 100 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. അത് രണ്ടും ഈക്വലാണ് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ഈക്വൽ സാധനം നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കണത് അല്ലേ, കൂട്ടിയത്. ഇതും ഈക്വലാണ്. ഇത് രണ്ടും തുല്യമാണ്. തുല്യമായ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇതിന് പകരം ഇത് എഴുതിയാലും കുഴപ്പമില്ല, ഇതിന് പകരം ഇത് എഴുതിയാലും കുഴപ്പമില്ല. കാരണം രണ്ടും തുല്യമല്ലേ, രണ്ടിൻ്റെ വാല്യൂവും തുല്യമല്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇത് OBC ആക്കി, ഇതുകൊണ്ട് OBC ആക്കി. അതായത് ഞാൻ നേരെ ശ്രദ്ധിക്കുക, ഇതിനെ ഞാൻ OBC അതേപോലെ എഴുതി. ഇനി അടുത്ത OCB പറ എന്താണ്? OBC തന്നെയാണ്, രണ്ടും തുല്യമാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ OCBക്ക് പകരം ഞാൻ ഈ OBC തന്നെയാണ് എഴുതുകയാണേ. OBC ഇയാൾ അതുപോലെ തന്നെ എഴുതി. BOC = 180 ഡിഗ്രി. അപ്പം എന്താണ്ടായി? OBC ഉണ്ട് OBC പ്ലസ് OBC രണ്ടുപേര് ഒരേപോലെ ആഡ് ചെയ്തു. അപ്പോൾ എന്താ പറയുക?
ഒരു ഒ ബി സിയും കൂട്ടിയാൽ 2 OBC കിട്ടും. അപ്പോൾ ഈ ഒരു ഒ ബി സിയും കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 2 OBC കിട്ടി. യെസ്, 2 OBC പ്ലസ് ആംഗിൾ BOC ഇത് അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? ഇനി ഈ BOCനെ എവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ജസ്റ്റ് പിക്ചർക്ക് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ. ഞാനിപ്പോൾ പിക്ചർ കാണിച്ചിട്ടാണ്. നോക്ക്, BOC ഇതാ ഇവിടെ 100 നമ്മൾ അവിടെ പിങ്ക് കളർ എഴുതി കണ്ടോ? BOC. അതായത് ഈ BOC നമ്മൾ ഇതാ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. BOC ഈക്വൽ ടു 100 ഡിഗ്രി ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ BOCക്ക് ഇവിടെ 100 എഴുതി കൊടുത്തൂടെ? യെസ്. അപ്പോൾ എന്തെഴുതി? 2 ആംഗിൾ കോൺ OBC പ്ലസ് 100 ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി. എങ്ങനെ എഴുതിയത്? ഈ BOCൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് എഴുതാം BOC ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് ഇവിടെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് 2 OBC പ്ലസ് 100 ഈക്വൽ ടു 180 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 OBCനെ മാത്രം ഇവിടെ നിർത്തണം. നമുക്ക് OBC കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ 2 കോൺ OBC ഈക്വൽ ഉണ്ട് എഴുതി. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ മാത്രമാണ് ഈ 100 നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് തട്ടണം. ഈ 100 അപ്പുറത്തേക്ക് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി ഇവിടെ ചാടുമ്പോൾ ഈ പ്ലസ് ആണ് ഇവിടെ. ഈ പ്ലസ് എന്തായി മാറി? ഇങ്ങോട്ട് ചാടുമ്പോൾ പാലം കിടക്കുന്ന എന്താണ്? മൈനസ് ആവും അല്ലേ? അപ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 180 ഡിഗ്രി ഉണ്ട്. ഈ 100 ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ -100 ആയി. പ്ലസ് 100 ഇപ്പുറത്തേക്ക് -100 ആയി. 100 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് കിട്ടി 2 കോൺ OBC എന്ന് പറഞ്ഞാൽ 180 100 പോകുമ്പോൾ എന്താ കിട്ടുക? മൈനസ് ചെയ്യുമ്പോൾ 180 100 പോയി. അപ്പോൾ 100 പോയി ബാക്കി 80 ഉണ്ടാവും അല്ലേ? അപ്പോൾ 80 ഡിഗ്രിന്ന് കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്ത് ചെയ്യണം? നമുക്ക് OBC കിട്ടേണ്ടത്. ഈ 2 ഇവിടെ അങ്ങനെ പിടിച്ച് നിൽക്കാൻ അധികപ്പറ്റായിട്ട് നിൽക്കുകയാണ്. പോടാ അപ്പുറത്തേക്ക് എന്ന് പറയണല്ലേ 2നോട്. അപ്പോൾ ഈ കോൺ OBC മാത്രം ഇവിടെ നിൽക്കണം. നീ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഈ 2 ഇങ്ങനെ ഈ കരഞ്ഞ് ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു പോയി ഇവിടെ ചാടുമ്പോൾ എന്തായി? ഹരണമായിട്ട് മാറി. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 80 ഉണ്ട്. ഈ ഇവിടെ ഇതിനെ ഇൻറ്റു ആണ്, ഗുണിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗുണനം കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഈ പാലം കിടക്കുമ്പോൾ ഗുണനം എന്തായിട്ട് മാറ്റണം? അവിടെ ഹരണമായിട്ട് മാറ്റണം. അപ്പോൾ എന്താണ്? /2 വന്നു. 80/2 2 ചെയ്യാൻ സുഖമല്ലേ? 80/2 ഈ 4 8 0 40. അപ്പോൾ നമുക്ക് കിട്ടി OBC ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ പിക്ചർക്ക് ഒന്ന് വരാം. ഇവിടെ നമ്മൾ OBC നോക്കാം. അപ്പോൾ നമ്മുടെ OBC ഇതാ വരണു. OBC യെസ്, ഇതാണ് നമുക്ക് 40 ഡിഗ്രി കിട്ടിയത്. ഇത് 40 ആണെങ്കിൽ ഈ വശത്തിന് ഓപ്പോസിറ്റിലെ ഈ കോണും ഈക്വൽ ആവല്ലേ? അതായത് ഇത് സമപാർശ്വ ത്രികോണമല്ലേ? ഇതിന് ഓപ്പോസിറ്റിലെ കോൺ ഇതാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റിലെ കോൺ ഇതും ഇതന്നെ ആയിരിക്കും. 2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ കോണുകളും കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? ABC ത്രികോണത്തിലെയും OBC ത്രികോണത്തിലെയും എല്ലാ കോണുകളാണ് കാണാൻ പറഞ്ഞത് അല്ലേ? അപ്പം നമുക്ക് ആദ്യം ത്രികോണം ABCയിൽ ത്രികോണം ABCയിലെ 3 കോണുകൾ ഐശ്വര്യമായിട്ടാണ് എഴുതി വയ്ക്കാം. ആദ്യം നമുക്ക് ഏതെഴുതാം? ആദ്യത്തെ കോണാണ് നമുക്ക് ABC. വലിയ ത്രികോണാട്ടോ നോക്കണം. ABC ആണ്. അപ്പോൾ കോൺ ABC ഈക്വൽ ടു ABC. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണും ഈ കോണും കൂട്ടിയതാണ് അല്ലേ? മൊത്തത്തിൽ ABC പറഞ്ഞാൽ നോക്ക് എങ്ങനെയുള്ളത്? ഇങ്ങനെയുള്ളത്. ഇതാണ് ABC. അതാണ് അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 20 തന്നിട്ടുണ്ട്, ഇവിടെ 40 തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ കോൺ എടുക്കുമ്പോൾ അത് മൊത്തമാണ്. അപ്പോൾ 20ഉം 40ഉം കൂടി കൂട്ടിയതാവും അല്ലേ ABC. അപ്പം നമുക്ക് എന്താ എഴുതാം? ഈക്വൽ ടു 20 + 40 ഇവിടെയൊക്കെ ഡിഗ്രി ആട്ടോ. ഈക്വൽ ടു 20ഉം 40ഉം കൂട്ടി നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. യെസ്, ഓക്കെ. അടുത്ത കോൺ നമുക്ക് BAC ആയിക്കോട്ടെ. അപ്പോൾ കോൺ BAC ഈക്വൽ ടു BAC എന്ന് പറഞ്ഞാൽ ഏതാണ്? BAC. അപ്പോൾ ഈ 2 ഇതേപോലെ തന്നെ ഇവിടുത്തെ ഈ 2 കോണുകളും കൂട്ടിയതാണ്. അപ്പോൾ 20ഉം 30ഉം കൂട്ടിയതാണ് അല്ലേ? അപ്പോൾ 20 + 30 ഡിഗ്രികളാണ്. 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് ACB. കോൺ ACB എന്ന് പറഞ്ഞാൽ B ആട്ടോ. B പറഞ്ഞാൽ ഈ ACB ഈ 2 കോണുകളും 30ഉം 40ഉം കൂട്ടിയത് അല്ലേ? 30 ഡിഗ്രിയും 40 ഡിഗ്രിയും കൂട്ടിയാൽ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ത്രികോണം OBC നോക്കാം. OBCയിൽ ഐശ്വര്യമായിട്ട് വലിയ കോണെന്ന് എഴുതാം. BOC. കോൺ BOC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 100 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത്
ഒ ബി സി എന്ന് എടുക്കാം. ഒ ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രിയാണ് നമുക്കറിയാം. അടുത്തത് ഒ സി ബി, കോൺ ഒ സി ബിയും എത്രയാണ്? 40 ഡിഗ്രിയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് രണ്ട് ത്രികോണത്തിലെയും എല്ലാ കോണുകളും കിട്ടി. ഇനി അതേപോലെ നമുക്ക് ഇതേപോലെ 3 വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ 3ൻ്റെയും കാണണം. അപ്പോൾ അടുത്ത വൃത്തത്തിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചിത്രം. ഇവിടെയും നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ നമ്മൾ ഈ എ ബി സി എന്ന ത്രികോണത്തിലെയും ഒ ബി സി എന്ന ത്രികോണത്തിലെയും 3 കോണുകളാണ് കാണേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്പീഡ് പോവാം. അത് നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ എന്താണ്? ഒ എ വരയ്ക്കുക. അപ്പം തന്നെ അവിടെ എഴുതി വെച്ചു. ഒ എ നമ്മളാണ് വരച്ചു. അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി നേരെ നോക്കാം. ഇവിടെ നമുക്ക് അറിയണത് ഇതെന്താണ്? ഇത് ആരമാണ്, ഇതും ആരമാണ്, ഇതും ആരമാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം നമുക്ക് നോക്കാം. ഒ ബി സി ത്രികോണത്തിന് നോക്കാം. അവിടുത്തെ ഉള്ളത്തെ ഒരു കോണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒ ബി സി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമപാർശ്വ ത്രികോണമാണ്. 2 വശങ്ങൾ തുല്യമാണ്. രണ്ടും ആരങ്ങളാണ്, ആറുകളാണ്. 2 വശങ്ങൾ തുല്യമായാലും നമുക്കത് പറയാം സമപാർശ്വ ത്രികോണമാണ്. അതായത് അതിൻ്റെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് അറിയാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കത് എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയത്? ത്രികോണം ഒ ബി സിയിലെ ഒ ബി, അതായത് ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. അത് 6 ആണ്. 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് പറയാം ഈ ത്രികോണം ഒ ബി സി എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ഏതാണ്? ഇതിന് ഓപ്പോസിറ്റുള്ളത് ഇത് 40 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഇതും എന്തായിരിക്കും? ഇവിടെയും 40 ആവണല്ലേ? ഈ കോണും എന്താണ്? 40 ഡിഗ്രി ആവണം. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതി വയ്ക്കാം. എന്താണ്? കോൺ ഒ ബി സി ബി ആണ്. ഒ ബി സി ഈക്വൽ ടു കോൺ ഒ സി ബി ഈക്വൽ ടു 40 ഡിഗ്രി. അതിന് റീസൺ എന്താണ്? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം എന്ന് എഴുതണം. തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം എന്ന് എഴുതി വെച്ചോ. അപ്പോൾ നോക്ക്, ഈ ചെറിയ ത്രികോണത്തിലെ 2 കോണുകൾ നമുക്ക് കിട്ടി. ഈ കോണും ഈ കോണും കിട്ടി. ഇനി കിട്ടേണ്ട കോൺ ഏതാണ്? നമുക്കിതാ ഈ കോണാണ് കിട്ടേണ്ടത് അല്ലേ? ആ കോൺ കിട്ടാൻ നമുക്ക് എന്താ ചെയ്യാറിയാം? നമ്മൾ നേരത്തെ ഇതിന് തൊട്ടുമുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ എന്താണ്? നമ്മൾ ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂടി കൂട്ടിയാൽ എത്ര വരണം? നമ്മൾ പറഞ്ഞത് 180 പറഞ്ഞല്ലേ? അപ്പോൾ നമുക്ക് എഴുതിയേക്കാം. ഇവിടെ ഏതൊക്കെയാണ് 3 കോണുകൾ? ഒന്നാമത്തെ കോണ് കോൺ ഒ ബി സി. അപ്പോൾ അതുപോലെ എഴുതി. കോൺ ഒ ബി സി പ്ലസ് അടുത്ത കോൺ ഏതാണ്? കോൺ ബി സി ഒ അല്ലെങ്കിൽ ഒ സി ബി പറയാം. കോൺ ഒ സി ബി പ്ലസ് ബി ഒ സി. ഈ കോണും കോൺ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാം ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ഒ ബി സി നമുക്കറിയാം. ഒ ബി സി അറിയാം നമുക്ക് 40 ആണെന്നറിയാം. അത് 40 എഴുതി. 40 ഡിഗ്രി പ്ലസ് ഒ സി ബി. ഒ സി ബി 40 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. പ്ലസ് ബി ഒ സി നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യം അതുപോലെ എഴുതി. ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി. അപ്പോൾ അടുത്തത് 40 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 80 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് വന്നു? 80 ഡിഗ്രി പ്ലസ് കോൺ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ബി ഒ സിനെ മാത്രം ഇവിടെ നിർത്തി 80നെ തട്ടി അപ്പുറത്തേക്ക് പോണു. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഈ പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? അത് മൈനസ് ആയി. അപ്പോൾ എന്ത് വന്നു? ഇവിടെ കോൺ ബി ഒ സി മാത്രമായി ഈക്വൽ ടു. ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 180 ഡിഗ്രി ഉണ്ട്. ഈ 80 അപ്പുറത്തേക്ക് പോകുമ്പോൾ -80 ആവും. അപ്പോൾ ഇതിന് 180 പോകുമ്പോൾ എന്ത് വന്നു? 180 പോയി. ബാക്കി 100 100 ഡിഗ്രിയിൽ കിട്ടി. ഇപ്പോൾ നമുക്ക് ഏതാ കിട്ടിയത്? ഇത് നമുക്ക് 100 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 100 കിട്ടിയില്ലേ? അപ്പോൾ നമുക്കറിയാം ഇതൊരു വൃത്തമാണെങ്കിൽ, ഇത് വൃത്തകേന്ദ്രമാണെങ്കിൽ, ഇത് ചാപമാണെങ്കിൽ, ഇത് ചാപത്തിൻ്റെ അറ്റങ്ങൾ ഉണ്ടാക്കുന്ന കോണുകളാണെങ്കിൽ, വൃത്തത്തിലുണ്ടാക്കുന്ന മറ്റൊരു കോണാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇത്. ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്. ഇത് 100 ആണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എത്ര വരണം? 50 വരണം. അപ്പോൾ ഈ മൊത്തം കോൺ എത്ര വരണം? 50 ഡിഗ്രി എന്ന് വരണം. മൊത്തം 50 വരണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കോൺ ബി എ സി എന്ന് പറയാൻ നമുക്ക് എന്ത് കിട്ടി? എന്തിൻ്റെ അരയാണ്? ബി ഒ സിൻ്റെ അരയാവും അല്ലേ? അപ്പോൾ 1/2 ഏതിൻ്റെ? ഓഫ് ബി കോൺ ബി ഒ സി. കോൺ ബി ഒ സി നമുക്ക് കിട്ടി 100 ആണെന്നല്ലേ? അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു 1/2
ഇൻറ്റു 50 സോറി 100 കേട്ടോ, 100 BOC 100 ഇവിടെ 100. അപ്പോൾ 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 50 ഡിഗ്രി വന്നു. നമ്മൾ കട്ടിയ കാര്യം കൂടെ എരിച്ചു. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ചാപങ്ങൾ ഒരു ചാപം വൃത്തിയുണ്ടാക്കുന്ന ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തിയുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി എന്ന് എഴുതിക്കണേ. ഞാനിവിടെ എഴുതണം, നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് 50 കിട്ടി. ഇനി നമുക്ക് ഇനി എന്താ നമുക്ക് എയിം നമ്മുടെ എന്താണ്? ഇപ്പോൾ ഈ വലിയ ത്രികോണത്തിൻ്റെ ഈ കോണും കിട്ടി, ഈ മൊത്തം കോൺ ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടണം. പക്ഷേ ഇവിടെയുള്ള സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? അത് 2 വഴിയിൽ ചെയ്യാം. അടുത്ത വഴി നമുക്ക് ഒന്നാമത്തെ വഴി നമുക്ക് നോക്കാം. ഇതെന്താണ്? ഈ ത്രികോണത്തിൻ്റെ ഇവിടെ 30 നമുക്ക് അറിയാം അല്ലേ? ഇതെന്താണ്? ഇവിടെയും 6 ഇവിടെയും 6. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ അതിൻ്റെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാവും. ഈ വശത്തിന് ഓപ്പോസിറ്റിലെ കോൺ 30 ആണെങ്കിൽ ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റിലെ ഈ കോൺ എന്തായിരിക്കും? ഇത് 30 ആവും അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ അതാ ത്രികോണം AOC OC = OA ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ത്രികോണം AOC എന്താണ്? ഒരു സമപാർശ്വ ത്രികോണാണെന്ന് എഴുതിച്ചു. അതുകൊണ്ട് തന്നെ OCയെയും അതിൻ്റെ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം ഇവിടെ എഴുതണം കേട്ടോ. അതായത് നമ്മൾ എഴുതിയിട്ടുണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമല്ല, അതുപോലെ നമുക്ക് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്കിത് 30 കിട്ടി. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഇനി നമ്മൾ ചിത്രത്തിലോട്ട് ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. നോക്ക്, ഇത് മൊത്തം 50 അതിൽ ഇത് 30 ഇത് എത്രയായിരിക്കും? ഇതാ ഇങ്ങനെ ഒരു കോണാണ്. അതിൽ ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്ത് മൊത്തം ഇതെന്ന് പറഞ്ഞാൽ 50 അതിൽ ഇത് 30 ഈ 30 കൂടി ഇതെന്താവും? 20 ആവില്ലേ? എന്നാലേ രണ്ടും കൂടി കൂട്ടി 50 ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോൺ ഇത് മൊത്തം 50 ഇത് 30 ആണെങ്കിൽ 50 30 കുറച്ചാൽ ഇതാ ഈ കോൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് 20 കിട്ടിയില്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ ത്രികോണം നോക്കാം കേട്ടോ. അതായത് OAB എന്നുള്ളത് നമുക്ക് എന്താണ്? ഈ OAB എന്താണ്? ഒരു സമപാർശ്വ ത്രികോണം നമുക്കറിയാം. കാരണം ഇത് രണ്ടും തുല്യവശങ്ങളാണ്. തുല്യവശങ്ങൾക്ക് ഇതിലുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിന് ഓപ്പോസിറ്റുള്ളത് 20 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റിൽ ഇവിടെയും എന്തായിരിക്കും? ഇവിടെയും 20 ആവും ആണല്ലോ. അപ്പോൾ അതും കൂടി എഴുതി വെച്ചാലാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് എല്ലാ കോണുകളും വൃത്തിക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് കോണുകൾ ഇങ്ങനെ കിട്ടിയത് നമുക്ക് കിട്ടിയ കാര്യം എഴുതി വെക്കണ്ടേ? എന്നാലല്ലേ എക്സാമിന് സാറിന് നോക്കുമ്പോൾ ആ കുട്ടിക്കൊക്കെ അറിയാം മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവണം നമുക്ക് കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഇതിന് മൈനസ് ചെയ്ത് നമ്മൾ എഴുതി വയ്ക്കണം. നമുക്ക് എങ്ങനെയാണ് ഇവിടെ 20 ഡിഗ്രിന്ന് കിട്ടിയെന്ന് അറിയണം. അപ്പോൾ അതറിയാൻ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഈ വലിയ BAC, അതായത് ഈ BAC മൊത്തം 50 അതിൽ നിന്ന് നമ്മൾ OAC ആണ് മൈനസ് ചെയ്തു. 30 മൈനസ് ചെയ്തു. 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി. ആ കാര്യം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ BAO = ആംഗിൾ BAC മൈനസ് കോൺ OAC. അപ്പോൾ ഒന്നാമത് ഇത് BAC ആണ് 50 OAC ആണ് 30 അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20 ഡിഗ്രി ഏത് കിട്ടി? BAO 20 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സമപാർശ്വ ത്രികോണം ഈ സൈഡിലെ ഈ സമപാർശ്വ ത്രികോണം അതായത് ഈ ത്രികോണം നമുക്ക് നോക്കാം. ഏതാണ്? BAO. അപ്പോൾ നമുക്ക് BAOയിൽ OAയും OBയും തുല്യമായതുകൊണ്ട് നമുക്കത് എന്താണ്? നമുക്കത് സമപാർശ്വ ത്രികോണാന്ന് കിട്ടി. BAO B ആണ്. BAO ഒരു സമപാർശ്വ ത്രികോണാന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം അവിടെ തുല്യവശങ്ങൾക്ക് ഇതിലുള്ള കോണുകളും തുല്യമല്ലേ? അപ്പോൾ നമുക്ക് കോൺ ABO = കോൺ BAO = 20 ഡിഗ്രി എന്ന് കിട്ടി. യെസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ട് ത്രികോണത്തിനും കോണുകളും എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ത്രികോണം ABC 3 കോണുകളാണ്. ആദ്യം നമുക്ക് കാണാം കോൺ ABC. കോൺ ABC എന്ന് പറഞ്ഞാൽ ABC. അപ്പോൾ 20ഉം 40ഉം കൂടി കൂട്ടുക അല്ലേ? അപ്പോൾ 20 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി നമുക്ക് 20 40 കൂട്ടുമ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത കോൺ നമുക്ക് BAC ആയിക്കോട്ടെ. അപ്പോൾ കോൺ BAC. അപ്പോൾ അതറിയാം നമുക്ക് ഇവിടെ 50 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? 20ഉം 30ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടി. അടുത്ത കോൺ നമുക്ക് ACB ആയിക്കോട്ടെ. കോൺ ACB = അപ്പോൾ ഈ 30ഉം 40ഉം കൂട്ടണം. 30 പ്ലസ് 40 = 70 ഡിഗ്രി. അപ്പോൾ ഈ ത്രികോണത്തിലെ 3 കോണുകൾ കിട്ടി. ഇനി അടുത്ത ത്രികോണം നോക്കാം. ത്രികോണം OBC ആണ്. അതിൽ ആദ്യം നമുക്ക് OBC എന്ന് തന്നെ കാണാം. കോൺ OBC എന്ന് പറഞ്ഞാൽ ഇവിടെ 40 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ അടുത്തത് OCB. കോൺ OCB അതും എത്രയാണ്? ഇവിടെ 40 ഡിഗ്രിയാണ്. ഇനി അടുത്ത BOC. കോൺ BOC എത്രയാണ്? ഇവിടെ 100 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് രണ്ട് ത്രികോണത്തിനും എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? ഇനി ഇതിൽ ഒരു ചിത്രം കൂടി ഉണ്ട്, അതിലും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചിത്രം ഇതാ ഇങ്ങനെയാണ്. ഇതിൽ O ആണ് സെൻറ്റർ. ഈ കോണ് നമുക്ക് 40ഉം ഇത് 70ഉം തന്നിട്ടുണ്ട്. ഇതുവരെയുള്ള രണ്ട് പിക്ചറിലത്തെ
ത്രികോണങ്ങൾ പോലെയല്ല. ഇവിടെ എ ബി സി എവിടെ വരിക? എ ബി സി ഈ ഒരു ത്രികോണവും അതിൽ ഈ 3 കോണുകളും, അതുപോലെ പിന്നെ ഒ ബി സി അപ്പോൾ 3 കോണുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എ ബി സിയിൽ ഈ കോണ് കാണണം, ഈ കോണ് കാണണം, ഈ കോണ് കാണണം. ഇനി ഒ ബി സിയിൽ ഈ കോണ് നമുക്കറിയാം. ഇവിടെ ഇത് രണ്ടും മൊത്തത്തിൽ ഇതും ഇത്രയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കിതിൽ കരണമൊക്കെ എഴുതി വയ്ക്കാം. നമുക്ക് ആരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ലേ? വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലോട്ടുള്ള രേഖകളൊക്കെ ആരങ്ങളാണ്. അപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇതൊരു ആരമാണ്, ഇവിടേക്കുള്ള ഇതൊരാരമാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതൊരാരാണ്. ഇനി നമ്മൾ ഒ ബി സിൻ്റെ ത്രികോണം നോക്കാം കേട്ടോ. ഒ ബി സി ത്രികോണത്തിൽ ഇത് രണ്ടും തുല്യമായ വശങ്ങളാണല്ലേ, കാരണം ഒ ബിയും ഒ സിയും ആരങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ത്രികോണം എന്താണ്? സമപാർശ്വ ത്രികോണമാണ് നമുക്ക് കിട്ടി. അപ്പോൾ ആ കാര്യം നമ്മളിവിടെ എഴുതി വെച്ചു. ഒ ബി സിയിൽ ഒ ബി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു ആറാണ്. ഒ ബി സിയിൽ ഒ സി ബി എന്ന് എഴുതാൻ കുഴപ്പമില്ല കേട്ടോ. അതൊരു സമപാർശ്വ ത്രികോണാണെന്ന് കിട്ടി. സമപാർശ്വ ത്രികോണാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. എന്താണ് പറയുക? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ തുല്യ കോണുകൾ ഏതാണ്? തുല്യവശങ്ങൾ ഇതാണ്. അപ്പോൾ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ളത് ഈ കോണും ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള ഈ കോണും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം, 2 കോണുകളുടെ പേരുകൾ എഴുതാം. അപ്പോൾ ആ കാര്യം നമ്മൾ എഴുതിച്ചു. കോൺ ഒ ബി സി ഈക്വൽ ടു കോൺ ഒ സി ബി ആണ്, കാരണം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂടി കൂട്ടിയാൽ എത്ര വരണം? 180 ഡിഗ്രി വരണം അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? ഒ ബി സിയും അതുപോലെ ഒ സി ബിയും ബി ഒ സിയും അല്ലേ. ഈ ത്രികോണത്തിലെ 3 കോൺ ഇത് ഈ 3 കൂട്ടി നോക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം? കോൺ ഒ ബി സി പ്ലസ് കോൺ ഒ സി ബി പ്ലസ് കോൺ ബി ഒ സി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വരണം. ഇനി നമുക്ക് ഇത് രണ്ടും ഈക്വലാണ്. നമ്മളിതാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഒ ബി സിയും ഒ സി ബിയും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഒ ബി സി ആണ് അതേപോലെ എഴുതി. ഇനി ഈ ഒ സി ബി എന്ന് പറഞ്ഞാൽ ഒ ബി സി തന്നെയാണ്, രണ്ടും തുല്യമാണ്, ഈക്വലാണ്. അപ്പോൾ ഒ സി ബിക്ക് പകരം ഞാൻ ഇതന്നെ എഴുതാം കേട്ടോ, കാരണം ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒ ബി സി എഴുതാണ്. പ്ലസ് ആംഗിൾ ബി ഒ സി. ഇവിടെ ആംഗിൾ ബി ഒ സി എത്രയാണ്? ഈ 40ഉം ഈ 70ഉം കൂട്ടിയതാവും അല്ലേ ബി ഒ സി. അപ്പോൾ നമുക്ക് എഴുതാം 40ഉം 70ഉം കൂട്ടിയതാണ്. അപ്പോൾ 40 പ്ലസ് 70 ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നോക്ക്, ഒ ബി സി ഒരു ഒ ബി സിയും കൂട്ടിയ 2 ഒ ബി സി ആയി. അപ്പോൾ 2 കോൺ ഒ ബി സി പ്ലസ് 40ഉം 70ഉം കൂട്ടിയാൽ 110 കിട്ടും, ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വന്നു. ഇനി ഞാൻ എന്താ ചെയ്തറിയോ? എനിക്ക് എൻ്റെ എയിം എന്താണ്? ഒ ബി സി കാണണം. ഒ ബി സി കാണുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഒ ബി സിനെ മാത്രം ഇവിടെ ഒറ്റയ്ക്കാക്കണം. അപ്പോൾ ഒ ബി സി മാത്രം ഒറ്റയ്ക്കാക്കാൻ, അപ്പോൾ ഇവിടെ കൂടുതലൊരൊക്കെ അപ്പുറത്തേക്ക് തട്ടി വിടണം. അപ്പോൾ ആദ്യം 110 തട്ടണം അങ്ങോട്ടെ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ ഈ 110 കൊടുക്കുമ്പോൾ ബാക്കി ഇവിടെ എന്താണ്? 2 കോൺ ഒ ബി സി ഈക്വൽ ടു ഈ 180 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 110 അവിടേക്ക് പോകുമ്പോൾ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 110 ആവും. അപ്പോൾ 180 നിന്ന് 110 പോകുമ്പോൾ എന്ത് വന്നു? 70 ഡിഗ്രി എന്ന് കിട്ടി. ഏത്? 2 ഒ ബി സി കേട്ടോ. എൻ്റെ എയിം എന്താണ്? ഒ ബി സി മാത്രം കാണാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താ? ഈ 2നെ ഇപ്പുറത്തേക്ക് കളയണം. അപ്പോൾ ഇപ്പുറത്ത് എന്തുണ്ട്? 70 ഉണ്ട്. ഈ 70 ഉണ്ട്. ഈ 2ന് ഇവിടെ എന്ത് ഗുണിച്ചിരിക്കുകയാണ്. ഈ ഗുണനം അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഹരണമായിട്ട് മാറി. 70/2. 70/2 എങ്ങനെ ചെയ്യാം? 70/2. 7 2 പോവില്ല. അപ്പോൾ നമുക്ക് 3 എടുക്കാം. ഈ 3 6, 7 6 പോയ 1, ഈ 0 താഴേക്ക് 10, 10ൽ 5, ഈ 5 10. അപ്പോൾ നമുക്ക് 35 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒ ബി സി പിക്ചർക്ക് വരാം. ഒ ബി സി ഇത് 35 ഡിഗ്രി കിട്ടി. ഇത് 35ആണ്, ഇത് ഓപ്പോസിറ്റ്. ഇതും എന്തായിരിക്കും? 35 ഡിഗ്രി ആവില്ലേ? കാരണം ഒ ബി സിയും ഒ സി ബിയും ഈക്വലാന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ എഴുതിയിട്ട് ഒ ബി സിയും ഒ സി ബി ഈക്വൽ ആണെങ്കിൽ ഒന്ന് 35 അടുത്ത 35 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് നോക്ക്, ചെറിയ ത്രികോണത്തിലെ 3 അതായത് ഒ ബി സി ത്രികോണത്തിലെ ഈ കോണും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ എ ബി സി ത്രികോണത്തേക്ക് പോവാണ് അല്ലേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ സർക്കിൾ ഒന്നും കൂടി ഇവിടെ ഒരു വൃത്തം ഒന്നും കൂടി ചെറുതാക്കി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരയ്ക്കുകയാണ്. ഇതിൽ ഒ ആണ് ഇവിടുത്തെ സെൻറ്റർ. ഞാനിതാ ഈ ഒരു ഒ ബി ഒ എ മാത്രം വരയ്ക്കട്ടെ. അതിന് ഒ ബി ഒ ബി ഒ എ ഇത് മാത്രം കേട്ടോ. ഇതിപ്പോൾ എന്താണ്? ഇതൊരു ചാപമാണ് അല്ലേ. ഈ ചാപത്തിൻ്റെ 2 അറ്റങ്ങളല്ലേ ഇത്. ഞാൻ ഇവിടേക്ക് ഒരു കോണുണ്ടാക്കുകയാണേ. അതായത് ഈ മീനെ ഞാൻ ഇങ്ങോട്ട് നീട്ടി, ഈ ഏന്ന് ഞാൻ അങ്ങോട്ട് ഇവിടെ ഒരു കോണുണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം, ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതി ആയിരിക്കും ഈ കോണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പിക്ചറിലോട്ട് ഒക്കെ വരികയാണേ. ഇതൊക്കെ മാഞ്ഞു പോട്ടെ. ഷും മാഞ്ഞു പോയി. ഈ സാധനമൊക്കെ മാഞ്ഞു പോയി. ഇതാ
അതായത് ഈ ഒ സീനാണ് മാഞ്ഞു പോയിട്ട്. ഒ സീനെ ഞാനതായി ഡസ്റ്റർ വെച്ചിട്ട് ഞാൻ ഇവിടെ മറക്കുന്നുണ്ട്. ഒ സി നോക്കേ വേണ്ടേ, ഒ സീനെ നോക്കണ്ട. ഇപ്പോൾ നോക്ക്, ഇതൊരു ചാപം OBA, ഇതൊരു ചാപം. ഈ ചാപത്തിൻ്റെ രണ്ടറ്റങ്ങളാണ് എയും ബിയും. സീര് ഉണ്ടാക്കുന്ന ഒരു കോണാണ് ഇതല്ലേ. അപ്പോൾ ഈ കോണിൻ്റെ നേർ പകുതിയാവില്ലേ ഇത്. അതായത് ഈ സാധനം ഒ സി നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഒ സി കാണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വരാം, അതായത് ഇതേപോലെ വരും ഇത്. അപ്പോൾ നമുക്ക് പറയാം കോൺ BCA എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ പകുതി ആയിരിക്കും. അതായത് ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ 20 ആവില്ലേ. ഇവിടെ ഇത് 40 ആണെങ്കിൽ ഇത് 20 ആവും, ഇതിൻ്റെ പകുതിയാവും. ഇത് 100 ആണ്, ഇത് 50 ആവും. ഇത് 2 ആണ്, ഇത് 1 ആവും. ഇത് 4 ആണ്, ഇത് 2 ആവും. നമ്മൾ അറിയാലോ, ഇരട്ടിയും പകുതി എടുക്കാൻ നമുക്ക് അറിയാലോ. അപ്പോൾ കാര്യം മനസ്സിലായോ? ഇതുപോലെ നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ കാര്യം എഴുതി വയ്ക്കാം. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. BCA എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് BOA. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ എന്ത് എഴുതിക്കണം? ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാവുമെന്ന് എഴുതി വെക്കണേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? BOA എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം എത്രയാണ്, 40 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ BCA കാണുമ്പോൾ നമുക്ക് എഴുതാം 1/2 ഓഫ് 40. 40ൻ്റെ പകുതി എത്ര കിട്ടി? 20 ഡിഗ്രീന് കിട്ടി. അപ്പോൾ നമുക്ക് പിക്ചറിൽ അത് എഴുതി വയ്ക്കാം. നമുക്ക് ഇതാ BCA എന്നുള്ളത് ഇത് എത്ര കിട്ടി? ഇത് 20 കിട്ടി. ഇനി അതേപോലെ തന്നെ ഞാനിതാ ഇവിടെ അടുത്ത ചിത്രം വരയ്ക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഞാനിതാ ഈ വൃത്തം അതുപോലെ വരച്ചു. ഞാനത് സെൻറ്റർ കൊടുത്തു. ഞാനിതാ OC ഇങ്ങോട്ട് വരച്ചു. ഇവിടെ O ഉണ്ട്, ഇവിടെ C ഉണ്ട്. ഇനി A വരയ്ക്കുകയാണേ, A ഇങ്ങോട്ടും വരച്ചു. ഇതെന്താണ്? ഒരു ചാപമാണ്. ഈ ചാപത്തിൻ്റെ അറ്റങ്ങൾ, അതായത് ഈ അറ്റവും ഈ അറ്റവും വൃത്തത്തിലുണ്ടാക്കുന്ന മറ്റൊരു കോൺ നമുക്ക് നോക്കട്ടെ. അതായത് ഈ C ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചു, ഇതിന് ഇങ്ങോട്ടും വരച്ചു. ഇതാ ഈ കോണ്. അപ്പോൾ ഈ കോണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഇത് അല്ലേ. ഇത് 70 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 70ൻ്റെ പകുതി 35 ആയിരിക്കും ഇത്. ഇനി നോക്ക്, നമ്മുടെ പിക്ചർക്ക് വരാം. നമ്മൾ ഏതാണ് ഇവിടെ നമ്മൾ മറച്ചു വയ്ക്കേണ്ടത്? ഈ സാധനം നമ്മൾക്കാണ് മറച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചാപം. ആ ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങളാണ് എയും സിയും. അവർ ഇവിടെ ഉണ്ടാക്കണ ഈ കോണ് പറഞ്ഞാൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 35. 70ൻ്റെ പകുതി 35 ആയിരിക്കും. അത് ചാപത്തിൻ്റെ അറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ പകുതി ആയിരിക്കും. എഴുതി വയ്ക്കാം. അപ്പോൾ ആ കാര്യം ABC പറഞ്ഞാൽ 1/2 ഓഫ് AOC ആണ്. AOC 70 ആണ്. അപ്പോൾ നമുക്ക് 35 ഡിഗ്രിന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇതും കിട്ടി. ഇനി നമുക്ക് ഈ കോണാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതും കിട്ടിയത് കൊണ്ട് നമുക്കറിയാം ഈ ഒരു ത്രികോണം എടുത്താൽ, അപ്പോൾ ABC ത്രികോണം എടുത്താൽ ഈ കോണും ഈ കോണും ഈ കോണും കൂട്ടി 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി വരണം അല്ലേ. ആ കാര്യം നമുക്ക് എഴുതുമ്പോൾ അത് നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എഴുതാണ് ത്രികോണം ABCയിൽ കോൺ ABC പ്ലസ് കോൺ ACB പ്ലസ് കോൺ BAC ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് ഏതൊക്കെ അറിയാം? ABC 35 അറിയാം. ആ 35 അതുപോലെ എഴുതി. ഇനി അടുത്തത് ACB നമുക്കറിയാം 20 അറിയാം. പ്ലസ് BAC നമുക്കറിയില്ല, നമ്മളതുപോലെ BAC ഇട്ടു. ഈക്വൽ ടു 180 ഡിഗ്രിന്ന് കിട്ടി. 20ഉം 35ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 55 കിട്ടും. 55 ഡിഗ്രി പ്ലസ് കോൺ BAC ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി അപ്പോൾ BACനെ മാത്രം ഇവിടെ നിർത്താം. കോൺ BAC ഈക്വൽ ടു 55ന് അപ്പുറത്തേക്ക് കൊണ്ടാണ്. അപ്പോൾ 180 ഓൾറെഡി ഇവിടെ ഉണ്ട്. 55 പ്ലസ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ മൈനസായി. 180 55 പോകുമ്പോൾ 125 ഡിഗ്രി കിട്ടി. നമുക്ക് എത്ര കിട്ടി? 125 ഡിഗ്രിന്ന് കിട്ടി. അപ്പോൾ എല്ലാ കോണുകളും നമുക്ക് കിട്ടിയാലോ. ഈ വലിയ ചെറിയ ത്രികോണത്തിൽ ഇത് 125, ഇത് 35, ഇത് 20. ഇനി OBC ത്രികോണത്തിൽ ഇത് 40ഉം 70ഉം കൂട്ടി 110, ഇത് 35, ഇത് 35. അപ്പോൾ ഓരോ ത്രികോണത്തിൻ്റെ പേര് എഴുതിയിട്ട് കോണുകൾ ഈക്വൽ ടു അതും കൂടി എഴുതി വെച്ചാൽ നമുക്ക് എന്തായി? നമുക്ക് ഫുള്ള് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. ഓക്കെ, ബൈ.